ലോക ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലെ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ലിജീഷ് AL സംസാരിക്കുന്നു. ക്യാൻസർ ഇന്ന് ഒരു പൊതുജനാരോഗ്യ പ്രശ്നമായി മാറിയ സാഹചര്യത്തിൽ ക്യാൻസർ പ്രതിരോധം, മുൻകൂർ രോഗനിർണയം, ചികിത്സ, അതിജീവനം എന്നിവയുടെ സന്ദേശവും പ്രസക്തിയും സമൂഹത്തിൽ പകർന്നു നൽകുവാനും അതുവഴി പുത്തൻ പ്രതീക്ഷകൾ നൽകുവാനും കൂടിയാണ് ഫെബ്രുവരി 4 എല്ലാ വർഷവും ലോക ക്യാൻസർ ദിനമായി നാം ആചരിക്കുന്നത്. ക്യാൻസർ അഥവാ അർബുദം എന്നത് ശരീരത്തിലെ കോശങ്ങൾ അനിയന്ത്രിതമായി വളരുകയും അത് പടരുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ക്യാൻസർ എന്ന ഈ അസുഖത്തെപ്പറ്റി പൊതുവായും ക്യാൻസർ ഉണ്ടാകുവാനുള്ള കാരണങ്ങളെപ്പറ്റിയും ക്യാൻസറിൻ്റെ പലവിധ ചികിത്സകളെ പറ്റിയുമെല്ലാം വളരെയധികം തെറ്റിദ്ധാരണ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഈ തെറ്റിദ്ധാരണകളുടെ വ്യാപ്തി കാരണം പലപ്പോഴും ക്യാൻസർ ഏർലി സ്റ്റേജിൽ കണ്ടുപിടിക്കപ്പെടാനുള്ള സാഹചര്യം ഇല്ലാതാവുകയും അഥവാ കണ്ടുപിടിക്കപ്പെട്ടാൽ തന്നെ അത് കൃത്യമായ ചികിത്സകളിലൂടെ പൂർണ്ണമായും സുഖപ്പെടുത്തുവാനുള്ള സാധ്യതകളും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം RCCയുടെ കണക്കുകൾ പ്രകാരം തിരുവനന്തപുരം ജില്ലയിൽ പുരുഷന്മാരിൽ ഏറ്റവും കൂടുതലായി കാണുന്ന ക്യാൻസറുകൾ ശ്വാസകോശം, വായ, വൻകുടൽ എന്നീ ഭാഗങ്ങളിൽ കാണുന്നവയാണെങ്കിൽ സ്ത്രീകളിൽ അത് ബ്രസ്റ്റ് ക്യാൻസർ, തൈറോയിഡ്, യൂട്രൈൻ ക്യാൻസർ, ഗർഭാശയ ഗള ക്യാൻസർ എന്നീ ഭാഗങ്ങളിലാണ് കൂടുതലും കണ്ടുവരുന്നത്. നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന അർബുദ രോഗങ്ങളിൽ 40% മുതൽ 50% താഴെ വരെ ക്യാൻസർ വരാതെ തടയാനാകുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അതിനായി നമ്മൾ ചെയ്യേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയാണ്. പുകവലിയും പുകയിലയുടെ എല്ലാത്തരം ഉപയോഗങ്ങളും പൂർണ്ണമായി ഒഴിവാക്കുക. പുകയിലയുടെ ഉപയോഗം ശരീരത്തിൽ പലതരം ക്യാൻസറുകൾ ഉണ്ടാക്കുവാൻ കാരണമാകുന്നു. അവയിൽ പ്രധാനപ്പെട്ട വായിലും തൊണ്ടയിലും ഉണ്ടാകുന്ന ക്യാൻസറുകൾ, ലങ് ക്യാൻസർ അഥവാ ശ്വാസകോശ ക്യാൻസർ, ആമാശയം, അന്നനാളം, കിഡ്നി, പാൻക്രിയാസ്, മൂത്രസഞ്ചി, യൂട്രസ് ഇവയിലെ ക്യാൻസറുകൾ, ലുക്കീമിയ തുടങ്ങിയവയാണ്. പുകയിലയുടെ ഉപയോഗം കൊണ്ട് ക്യാൻസർ മാത്രമല്ല മറ്റ് അസുഖങ്ങളും ശരീരത്തിൽ ഉണ്ടാകുന്നു. ഹൃദയത്തെയും കരളിനെയും ശ്വാസകോശത്തെയും ബാധിക്കുന്ന രോഗങ്ങളിലേക്ക് പുകയില നയിക്കുന്നു. പുക വലിക്കുന്നവർ തനിക്കും ആ പുക അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കുന്നത് കൊണ്ട് ചുറ്റിലുമുള്ള മറ്റുള്ളവർക്കും ക്യാൻസറും മറ്റു രോഗങ്ങളും വരുവാനും കാരണമാകുന്നു. ആഗോളതലത്തിൽ തടയാൻ കഴിയുന്ന ഏറ്റവും വലിയ മരണകാരണം പുകയിലയുടെ ഉപയോഗമാണ്. പുകയില ഉപയോഗിക്കുന്നവരിൽ ഏകദേശം പകുതിയോളം പേരും പുകയില ഉപയോഗത്തിന്റെ സങ്കീർണതകളാൽ മരണപ്പെടുന്നു. ലോകാരോഗ്യ സംഘടന കണക്കാക്കുന്നത് ഓരോ വർഷവും പുകയില ഏകദേശം 6 ദശലക്ഷം മരണങ്ങൾക്ക് കാരണമാകുന്നു. ഇതിൽ 6 ലക്ഷത്തിൽ പരം ആളുകൾ പുകവലിക്കാതെ നിഷ്ക്രിയ പുകവലി മൂലമാണ് മരണപ്പെടുന്നത്. പുകയിലയ്ക്ക് പുറമെ ജീവിതശൈലിയിൽ പൊതുവെ വന്ന മാറ്റങ്ങൾ, പ്രത്യേകിച്ചും ചെറുപ്പക്കാരിൽ കൊഴുപ്പ് കൂടുതലും ഫൈബർ കുറഞ്ഞതുമായ ആഹാരങ്ങൾ, അതായത് ഫാസ്റ്റ് ഫുഡ് ഉപയോഗശീലം മൂലം വളരെയധികം ക്യാൻസറുകൾ ഇന്ന് സമൂഹത്തിൽ ഉണ്ടാകുന്നു. ക്യാൻസർ തടയുന്നതിൽ ആരോഗ്യകരമായ ഭക്ഷണക്രമവും ശരീരഭാര നിയന്ത്രണവും വളരെ പ്രാധാന്യമർഹിക്കുന്നു. നമ്മുടെ ഭക്ഷണശീലങ്ങളിൽ പച്ചക്കറികളും പഴങ്ങളും ധാരാളമായി ഉൾപ്പെടുത്തുക. പ്രോസസ്ഡ് ഭക്ഷണങ്ങൾ, റെഡ് മീറ്റ് തുടങ്ങിയവയുടെ ഉപയോഗം പരിമിതപ്പെടുത്തുക. കൂടിയ അളവിലുള്ള കൊഴുപ്പ് കഴിക്കുന്നതും നിയന്ത്രിക്കുക. നമ്മുടെ ഭവനത്തിൽ സമീകൃത ആഹാരം ശീലമാക്കാനും ഈ ശീലം മറ്റുള്ളവരിലേക്ക് പകരുവാനും നാം മുൻകൈയെടുക്കണം. നാം കഴിക്കാൻ ഉപയോഗിക്കുന്ന പ്ലേറ്റിൽ 40% പച്ചക്കറികളും 30% കാർബോഹൈഡ്രേറ്റും 20% പ്രോട്ടീൻ അഥവാ മാംസ്യം, 10% പഴവർഗ്ഗങ്ങൾ എന്നിവ അടങ്ങിയിരിക്കുന്നതാണ് ഉചിതം. അമിതവണ്ണം പല ക്യാൻസറുകളുടെയും കാരണമായേക്കാം. പ്രത്യേകിച്ച് ബ്രസ്റ്റ് ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ, കോളൻ ക്യാൻസർ എന്നിവയുടെ. ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങളിലേക്ക് മാറുന്നതിനൊപ്പം വളരെയധികം പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് കൃത്യമായ വ്യായാമം. ആഴ്ചയിൽ കുറഞ്ഞത് 150 മിനിറ്റെങ്കിലും വ്യായാമത്തിനായി മാറ്റിവെക്കുക. നടക്കുകയോ സൈക്ലിംഗ്, യോഗ, നീന്തൽ തുടങ്ങിയ ഏതൊരു കൃത്യമായ വ്യായാമ മുറകളും നമുക്ക് ശീലമാക്കാവുന്നതാണ്. ക്യാൻസറിന് കാരണമായേക്കാവുന്ന മറ്റൊരു ഘടകം ചിലതരം അണുബാധകളാണ്. സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഗർഭാശയ ഗള ക്യാൻസറിന് കാരണം ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന അണുബാധയാണ്.
ഇതിനു പുറമെ കരൾ സംബന്ധമായ ക്യാൻസറിന് ഒരു കാരണം ഹെപ്പറ്റൈറ്റിസ് ബി അണുബാധയാണ്. ഇവയ്ക്കെല്ലാം ഇന്ന് പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഉണ്ട്. ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ കരൾ ക്യാൻസറിന്റെ സാധ്യത കുറയ്ക്കും. ഹ്യൂമൻ പാപ്പിലോമ വൈറസിന് എതിരെയുള്ള വാക്സിൻ ഗർഭാശയഗള ക്യാൻസർ, തൊണ്ടയിലെ ക്യാൻസർ എന്നീ ചില ക്യാൻസറുകളുടെ സാധ്യത തടയും. ഇതുകൂടാതെ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് സെക്കൻഡറി പ്രിവെൻഷൻ അഥവാ മുൻകൂർ രോഗനിർണയം. പുരുഷന്മാരിൽ കൂടുതലായി കണ്ടുവരുന്ന വായിലെ ക്യാൻസറിന് പുറമെ സ്ത്രീകളിൽ പ്രധാനമായും കണ്ടുവരുന്ന സ്തനാർബുദവും ഗർഭാശയഗള ക്യാൻസറും നേരത്തെ കണ്ടുപിടിക്കാവുന്നതും കൃത്യമായി ചികിത്സിച്ചാൽ പൂർണ്ണമായും സുഖമാക്കാൻ കഴിയുന്നതുമാണ്. മുൻകൂർ രോഗനിർണയത്തിന്റെ പ്രസക്തി മനസ്സിലാക്കി പരിശോധനകൾക്ക് വിധേയമാകുന്നത് ചികിത്സയുടെ തീവ്രത, സാമ്പത്തിക ഭാരം എന്നിവ കുറയ്ക്കാനും ആ വ്യക്തിക്ക് സാധാരണ ജീവിതം നയിക്കുവാനും സഹായകമാക്കും. ഇതിനായി RCCയിലെ കമ്മ്യൂണിറ്റി ഓങ്കോളജി വിഭാഗത്തിൽ സ്തനം, ഗർഭാശയഗളം, വായ എന്നീ ഭാഗങ്ങളിലെ ക്യാൻസർ നിർണ്ണയിക്കുവാനായി സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ചൊവ്വ, വ്യാഴം ദിവസങ്ങളിൽ രോഗനിർണയ ക്ലിനിക്കുകൾ പ്രവർത്തിക്കുന്നുണ്ട്. RCCയുടെ പെരിഫറൽ സെന്റേഴ്സായ കൊല്ലം, നീണ്ടകരയ്ക്കടുത്തുള്ള ഫൗണ്ടേഷൻ ആശുപത്രിയിലും എറണാകുളത്ത് കലൂരിലും പാലക്കാട് കഞ്ചിക്കോടും ഇത്തരം ക്ലിനിക്കുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. രോഗം നേരത്തെ കണ്ടെത്തുന്നത് തീർച്ചയായും ചികിത്സാ സാധ്യതകൾ വർദ്ധിപ്പിക്കുകയും മരണനിരക്ക് ഗണ്യമായി കുറയ്ക്കുകയും ചെയ്യുന്നു. സ്ത്രീകൾ പ്രതിമാസം സ്തനപരിശോധന സ്വയം നടത്തുകയും 40-ാം വയസ്സിന് ശേഷം മാമോഗ്രാം ടെസ്റ്റ് നടത്തുകയും ചെയ്യണം. നമ്മുടെ ശരീരത്തെ തിരിച്ചറിയുക, ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെ പറ്റി അവബോധമുണ്ടാവുക, ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങളെ അവഗണിക്കാതിരിക്കുക, ഇവയെല്ലാം ക്യാൻസർ പ്രതിരോധത്തിനായിട്ടുള്ള നിർണായകമായ സ്റ്റെപ്പുകളാണ്. ഇവയിൽ ഏതെങ്കിലും ലക്ഷണങ്ങൾ നീണ്ടു നിൽക്കുന്നതായി കണ്ടാൽ തീർച്ചയായും ഒരു ഡോക്ടറെ കൊണ്ട് പരിശോധിപ്പിക്കേണ്ടതാണ്. അകാരണമായി തൂക്കം കുറയുക, തുടർച്ചയായ ചുമ, ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ നിന്ന് അസാധാരണമായ നീണ്ടു നിൽക്കുന്നതായ രക്തസ്രാവം, സ്തനത്തിൽ അല്ലെങ്കിൽ ശരീരത്തിന്റെ മറ്റേതെങ്കിലും ഭാഗങ്ങളിൽ വളരുന്ന തടിപ്പ്, ഭക്ഷണം കഴിക്കാനോ അത് ഇറക്കാനോ ഉള്ള നീണ്ടു നിൽക്കുന്ന ബുദ്ധിമുട്ടുകൾ തുടങ്ങിയവയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറുടെ ഉപദേശം സ്വീകരിക്കേണ്ടതാണ്. മുൻകൂർ രോഗനിർണയത്തിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ കേരള സർക്കാർ വിപുലമായ പദ്ധതികളാണ് ലക്ഷ്യം വയ്ക്കുന്നത്. വികേന്ദ്രീയമായ തലത്തിൽ ക്യാൻസർ നിർണയം നടത്താനുള്ള നടപടികൾ ഇതിൽ ഉൾപ്പെടും. ഇതിനായി ഓരോ ജില്ലയിലും ജില്ലാ ക്യാൻസർ നിയന്ത്രണ കമ്മിറ്റികൾ നിലവിൽ വന്നു കഴിഞ്ഞു. ഈ വർഷം ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനം മുതൽ സ്ത്രീകളിൽ കണ്ടുവരുന്ന സ്തനാർബുദം, ഗർഭാശയഗള ക്യാൻസർ എന്നിവയുടെ മുൻകൂർ രോഗനിർണയം കേരളമൊട്ടാകെ സർക്കാർ മേഖലയിലെ ആശുപത്രികൾ, ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾ, സ്വകാര്യ ആശുപത്രികളുടെ പങ്കാളിത്തം എന്നിവയിലൂടെ വിപുലമായ രീതിയിൽ മാർച്ച് 8 വരെയും നടത്താനും ഇതിൽ നിന്നുള്ള പാഠങ്ങൾ മനസ്സിലാക്കി തുടർ നടപടികൾ ഒരുക്കുവാനും പദ്ധതിയിടുന്നു. ക്യാൻസർ അവബോധത്തിലൂടെ ക്യാൻസറിനെ കുറിച്ചുള്ള ഭയം അകറ്റി ആശുപത്രികളിൽ മുൻകൂർ രോഗനിർണയം നടത്തുവാൻ 30-നും 65-നും ഇടയിലുള്ള സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കുവാൻ വിവിധ സംഘടനകളുടെ സഹായവും പ്രതീക്ഷിക്കുന്നുണ്ട്. വിമൻ ത്രൂ വിമൻ ക്യാമ്പയിൻ അഥവാ സ്ത്രീകൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന ക്യാമ്പയിൻ. ഇതിൽ കൂടി കേരളം മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാകുന്ന ഒരു ബൃഹത് പദ്ധതിക്ക് തുടക്കമിടുന്നു. ഇപ്രകാരമുള്ള പദ്ധതികളിലൂടെ സമൂഹത്തിൽ ക്യാൻസറിനെ കുറിച്ചുള്ള അറിവ് പങ്കുവയ്ക്കുകയും മുൻകൂർ രോഗനിർണയത്തിന് പ്രേരണ നൽകുകയും ചെയ്യുക വഴി ഒരു ക്യാൻസർ വിമുക്ത സമൂഹത്തെ വാർത്തെടുക്കുവാൻ നമുക്കേവർക്കും കൈകോർക്കാം. ഇന്ന് നമുക്ക് ഈ പ്രതിജ്ഞ എടുക്കാം. ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കുക, ക്യാൻസർ പരിശോധനകൾക്കും മുൻകരുതൽ നടപടികൾക്കും കൃത്യമായ പ്രാധാന്യം നൽകുക, കുടുംബത്തെയും സുഹൃത്തുക്കളെയും നമുക്ക് ചുറ്റും ഉള്ളവരെയും ക്യാൻസർ അവബോധത്തിലേക്ക് കൊണ്ടുവരിക. ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം ക്ലോസ് ദ കെയർ ഗ്യാപ്സ് അഥവാ ചികിത്സാന്തരങ്ങൾ അടയ്ക്കുക എന്നതാണ്. ക്യാൻസറിന്റെ പ്രതിരോധത്തിനും ചികിത്സയ്ക്കും നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. നാം ഒത്തുചേർന്നാൽ തീർച്ചയായും ഈ രോഗത്തെ നമുക്ക് കീഴ്പ്പെടുത്താനാവും. ലോക ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് ഇതുവരെ സംസാരിച്ചത് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലെ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ലിജീഷ് AL. പ്രകാശധാര